കേരളത്തെ കേന്ദ്രം മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക്. BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞത്. പ്രതികാരമൊന്നുമില്ലെന്ന് മൈൻഡ് ചെയ്യണില്ല. അത് തന്നെ അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ വെച്ചാ ഞങ്ങൾ അത് വെച്ച് ഭരിക്കോളാം എന്നുള്ള ഭാവമാണ്. കേരളത്തോടും തമിഴ്നാടും കർണാടകയോടും ഒരു സമാനമായ രീതിയിലുള്ള അവഗണന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും കേട്ടോ. BJP രാഷ്ട്രീയം നോക്കി സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് വരുമ്പോൾ ശക്തമായ നിലപാടുകൾ ഒരുമിച്ച് ചേർന്നെടുക്കുകയും അത് ഇന്നത്തെ രീതിയിലുള്ള പങ്കുവെക്കലല്ല. ഒരു സംസ്ഥാനത്ത് നിന്നുണ്ടാകുന്ന നികുതിയുടെ നിശ്ചിതമാകെ ആ സംസ്ഥാനത്തിന് നൽകണം, ബാക്കിയുള്ളത് പങ്കുവെച്ചാൽ മതി എന്നുള്ള നിലപാട് സംസ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്താലോ, ഇല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ എടുത്താലോ, ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മുഴുവനും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോണത്? അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ധനകാര്യത്തിലുള്ള രാഷ്ട്രീയ കളിയും വിവേചനവും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറും. ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് കേരളത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കേന്ദ്രമന്ത്രി എയിംസ് പദ്ധതിയെക്കുറിച്ച് വലിയ വീരവാദം പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലെന്ന്. കിനാനൂര് സ്ഥലം സർക്കാരിന് കിടക്കുന്നു, അവിടെ സ്ഥാപിക്കാം, എന്തിനു അക്വയർ ചെയ്യണമെന്ന്? സർക്കാരിന്റെ സ്ഥലം കിടക്കുകയല്ലേ, അതല്ലേ മുഖ്യമന്ത്രി പറയുന്നത്. പിന്നെന്താ അദ്ദേഹം പറയുന്നത്? സ്ഥലം ഏറ്റെടുത്ത് നൽകാന്ന് പറഞ്ഞാൽ ചുമന്ന് ഡൽഹി കൊണ്ടുപോകണം. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ റബ്ബറിന്റെയും വാണിജ്യങ്ങളുടെയും വിലയല്ലേ. എന്തുണ്ട് ഈ ബഡ്ജറ്റിൽ അവർക്ക് വേണ്ടിയിട്ട്? തറവിലയെക്കുറിച്ചോ താങ്ങുവിലയെക്കുറിച്ചോ എന്തെങ്കിലും പ്രത്യേക സഹായത്തെക്കുറിച്ചോ പരാമർശമുണ്ടോ? എന്താ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് വല്ല പ്രത്യേക പദ്ധതിയുണ്ടോ? അല്ല, ഇവിടെ തീരദേശത്ത് ചെല്ലുന്നില്ലേ? നമ്മുടെ തീരദേശത്ത് കടലോരത്ത് വലിയ കടലാക്രമണം, അതിന് ഒരു പ്രതിരോധം ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടേ? കോവിഡിന് ശേഷം നിർമ്മല സീതാരാമൻ തുടങ്ങിയ അതേ സാമ്പത്തിക നയം ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര ബജറ്റ് BJPയുടെ ശിങ്കിടി മുതലാളിമാർക്ക് മാത്രം വേണ്ടിയുള്ളതാണെന്നും ഡോക്ടർ തോമസ് ഐസക് വിമർശിച്ചു. 2024-25 കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് BJPയുടെ ശിങ്കിടി മുതലാളിമാർക്കും അവിടെ രാഷ്ട്രീയ സിൽബന്ധ സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും വേണ്ടിയുള്ളൊരു ബഡ്ജറ്റാണ്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെയും ജനങ്ങളുടെ താല്പര്യങ്ങളെയും പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക റിവ്യൂവിൽ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ടു. അതിൻ്റെ ഒരു ഗുണം വരുമാനത്തിലും കാണാം. അടുത്ത വർഷത്തെ റവന്യൂ വരുമാനം 26 ലക്ഷം രൂപയിൽ നിന്ന് 31 ലക്ഷം രൂപയായിട്ട് ഒരു 15% വർദ്ധിക്കുമെന്നാണ് കണക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം റവന്യൂ വരുമാനം 15% വർദ്ധിക്കുകയല്ലേ, ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമകരമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാന്നല്ലേ ന്യായമായിട്ടും ചിന്തിക്കേണ്ടത്. എന്നാൽ ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്താനല്ല, മറിച്ച് ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷന് വേണ്ടിയുള്ള കോവിഡിന് ശേഷം നിർമ്മല സീതാരാമൻ തുടങ്ങിയ അതേ സാമ്പത്തിക നയം തന്നെ തുടരുകയാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.